നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ട നാറിയ കേസിനകത്തെല്ലാം എന്നെ വലിച്ചിട്ട് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്നത് എന്തിനാണ്? മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഹുൽ വിഷയത്തിൽ തന്നെ തല പൊട്ടി നിൽക്കുകയാണ് വി.ഡി. സതീശനും. അതിന്റെ കൂടെയാണ് ഇപ്പോൾ CPM വനിതാ നേതാവിനെ അധിക്ഷേപിച്ചു എന്നുള്ള കേസും സതീശന്റെ തലയിലേക്ക് വന്നിരിക്കുന്നത്. ഇതോടെയാണ് സമനില തെറ്റി വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിത്തെറിച്ചത്. CPM വനിതാ നേതാവ് KJ ഷൈനെതിരെയുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പ്രതികരിച്ചപ്പോഴായിരുന്നു വി.ഡി. സതീശൻ അതിരുവിട്ട് തന്റെ രോഷം പ്രകടിപ്പിച്ചത്. ഇതുപോലുള്ള ഏത് കേസ് ഉണ്ടായാലും തന്റെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിനാണ്? ആരെവിടെ ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്കാണ് മാർച്ച്. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇതെങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് CPM അന്വേഷിക്കട്ടെ. ഇത്തരമൊരു പ്രചാരണം എങ്ങനെ പുറത്തായതെന്ന് CPM തന്നെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ സതീശൻ KN ഉണ്ണികൃഷ്ണൻ MLA പ്രസ്താവനയുടെ വരികളിൽ ഇക്കാര്യങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. തന്നെയും ഉണ്ണികൃഷ്ണൻ MLA ചേർത്ത് വെച്ചുള്ള പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസും UDF-ഉമാണെന്ന് KJ ഷൈൻ ആരോപിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിയാതെ ഇത്തരമൊരു പ്രചാരണം നടക്കില്ല എന്നും അവർ ആരോപിച്ചിരുന്നു. ഈ ആരോപണത്തിനാണ് വി.ഡി. സതീശൻ ഇപ്പോൾ മറുപടി കൊടുത്തത്. ഈ വിഷയം കോൺഗ്രസ് ഹാൻഡിലുകളിലൊക്കെ ഉണ്ടാകുമെന്നത് തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ CPM ഹാൻഡിലുകളിൽ നിന്നും ഇത്തരം പ്രചാരണങ്ങൾ CPM ഹാൻഡിലുകൾ നടത്തിയപ്പോൾ ഈ മാന്യതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്നൊന്നും മനുഷ്യാവകാശ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം തുടങ്ങിയ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വ്യാപകമായിട്ടാണ് അവർ പ്രചാരണം നടത്തിയതെന്നും വി.ഡി. സതീശൻ പൊട്ടിത്തെറിച്ചു. ആരായാലും ഇത്തരം പ്രചാരണങ്ങളെ താൻ ന്യായീകരിക്കുന്നില്ല. അങ്ങനെ ചെയ്യരുതെന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞയാളാണ്. കോൺഗ്രസ് അനുഭാവികളോട് പോലും അത്തരത്തിൽ പെരുമാറരുതെന്ന് പറഞ്ഞയാളാണ് താൻ. സ്ത്രീ സംരക്ഷണത്തിന് മുഖ്യ പരിഗണന കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നിൽ ഇത്തരമൊരു വിഷയം വന്നപ്പോൾ കോൺഗ്രസ് നടപടിയെടുത്തത്. അക്കാര്യം KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഞാനാണ്, പ്രതിപക്ഷ നേതാവാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്? എന്ത് വന്നാലും എന്റെ മെക്കിട്ട് കയറുന്നത് എന്തിനാണ് എന്നും വി.ഡി. സതീശൻ ചോദിച്ചു. കോൺഗ്രസ് CPM സംഘർഷത്തിന്റെ ഭാഗമായി ചിലതൊക്കെ ചെയ്യുന്നുണ്ടാകും. അതൊന്നും തന്റെ തലയിൽ കെട്ടിവെക്കേണ്ട. ഏത് പ്രശ്നത്തിനും തന്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, കോഴിയായിട്ട് പ്രകടനം. ഇത് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഞാനാണോ കേസിലെ പ്രതിയെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. നിയമസഭയ്ക്ക് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു പ്രതിപക്ഷ നേതാവ് രോഷം കൊണ്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവിന് ഇരിക്കപ്പുറതിയില്ലാത്ത അവസ്ഥയാണ്. ഒന്ന്, രാഹുൽ വിഷയത്തിൽ എല്ലാം കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ്. അധികാരം പോലും കിട്ടില്ല, ഇനി ഒരു MLA കസേര പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ബോധ്യം വി.ഡി. സതീശന് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ തന്നെ കൈപൊള്ളി നിൽക്കുന്ന വി.ഡി. സതീശൻ ഇനി CPM വനിതാ നേതാവിന്റെ സൈബർ ആക്രമണവും കൂടി തന്റെ നെഞ്ചത്തോട്ട് കൊണ്ട് വെക്കാൻ നോക്കണ്ട എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. വി.ഡി. സതീശനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പാർട്ടിയിലെ പലരും. തന്റെ ഒപ്പം ഉണ്ടാകുമെന്ന് കരുതിയവർ പോലും കാലിവാരി മറുകണ്ഠം ചാടിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ആരെ വിശ്വസിക്കണം എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് വി.ഡി. സതീശനുള്ളത്. അത്തരത്തിൽ നിൽക്കുമ്പോൾ ഒരു CPM നേതാവിന്റെ, വനിതാ നേതാവിന്റെ വിഷയത്തിൽ എങ്ങനെ ഒരു സൈബർ ആക്രമണത്തിന് പ്രതിപക്ഷ നേതാവിന് തിരികൊളുത്താൻ കഴിയും എന്നുള്ള ചോദ്യവും ഒരു വഴിക്കൂടെ ഉയർന്നു വരുന്നുണ്ട്. ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക് മനഃപൂർവ്വം വി.ഡി. സതീശൻ എടുത്ത് ചാടുമോ? അതും ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും CPM വനിതാ നേതാവിന്റെ വിഷയം, അശ്ലീലപരമായ കമന്റുകളും പോസ്റ്റുകളും ഒക്കെ CPM-ൽ നിന്ന് തന്നെയാണ് ചോർന്ന് പുറത്തു പോയതെന്ന് കോൺഗ്രസുകാർ വാദിക്കുന്നു. എന്നാൽ CPM-കാർ വാദിക്കുന്നത് രാഹുൽ വിഷയം ഇട്ടുമൂടാൻ വേണ്ടി CPM വനിതാ നേതാവിനെ വേട്ടയാടി എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയാണ് CPM-ഉം കോൺഗ്രസും ചേർന്ന്. നാണക്കേടിന്റെ പടുകുഴിയിലാണ് കേരള രാഷ്ട്രീയം വന്ന് പതിച്ചിരിക്കുന്നത്. വി.ഡി. സതീശനും ഇപ്പോൾ ഈ വിഷയത്തിൽ പൊട്ടിത്തെറിക്കുന്നത് പരമാവധി വി.ഡി. സതീശൻ പലയിടത്തും സംയമനം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചിലയിടത്ത് കൈവിട്ടു പോകുകയാണ്. അത്തരം കൈവിട്ടു പോയ ഒരു ഘട്ടത്തിലാണ് CPM നേതാവിന്റെ വിഷയത്തിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ച് സംസാരിച്ചതും. ഇതുമാത്രമല്ല, സർക്കാരിനെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. അയ്യപ്പ സംഗമത്തിന്റെ ബോർഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി വാസവനുമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്നും അയ്യപ്പനില്ല എന്നും സതീശൻ പരിഹസിച്ചു. അയ്യപ്പ സംഗമത്തിന്റെ ബോർഡിൽ അയ്യപ്പനുമില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒന്നും തന്നെ കാണാനില്ല. ഇത്
ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെന്നാണ് സർക്കാർ പറഞ്ഞത്. എന്നാൽ അവിടെ ദേവസ്വം ബോർഡിൻ്റെതായിട്ടുള്ള ഒന്നുമില്ല. പകരം ബോർഡിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്നത് പിണറായിയും വാസവനും മാത്രമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫുഡ് കമ്മിറ്റി അധ്യക്ഷനായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകം ജനങ്ങളെല്ലാം തിരിച്ചറിയും. ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയത് വിശദീകരിക്കാതെ അയ്യപ്പ സംഗമത്തിന് പോകരുതെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എന്തായാലും സൈബർ ഇടം കത്തുകയാണ് ഇപ്പോൾ ഇടത് വലത് കുൽസിതങ്ങൾ കൊണ്ട്. എന്നിട്ട് പരസ്പരം ഇരുവരും ചെളിവാരി എറിയുകയും കുറ്റപ്പെടുത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.